ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. തൃത്താലയിൽ നടന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയിൽ അഴിമതി ആരോപണവുമായി പൊതുപ്രവർത്തകൻ ഹുസൈൻ തട്ടത്താഴത്ത്. കണക്കുകളുടെ വിവരാവകാശ രേഖയിൽ കുടുംബശ്രീക്ക് 30 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായെന്നാണ് സൂചിപ്പിക്കുന്നതെന്ന് ഹുസൈൻ പറഞ്ഞു. മേള കഴിയുമ്പോൾ കോടികളുടെ ലാഭമുണ്ടായെന്നാണ് പ്രചരണമുണ്ടായത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിലാണ് ചാലിശ്ശേരി ഗ്രൗണ്ടിൽ 10 ദിവസങ്ങളിലായി കുടുംബശ്രീ ദേശീയ സരസ് മേള നടന്നത്. പരസ്യ ഫ്ലെക്സ് ബോർഡുകളിലും ജീവനക്കാരുടെ ഭക്ഷണ ചിലവിലും ആദര സഭയിലും പന്തൽ സ്റ്റേജ് സജ്ജീകരണത്തിലും കലാപരിപാടികളിലും കോടികളാണ് ചിലവഴിച്ചതെന്നും ഇതിൽ അഴിമതി ഉണ്ടെന്നുമാണ് ആരോപണം. സരസ് മേളയിൽ വരവ് ചിലവിനെ കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഹുസൈൻ തട്ടത്താഴത്ത്. അതിൽ നമ്മളെല്ലാം പറഞ്ഞു കേട്ടത് വ്യക്തമായ കണക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു കേട്ടത് കോടികളുടെ ലാഭം അത്തരൊരു മേളയിലൂടെ നമ്മുടെ നാടിന് ലഭിച്ചു, നാടിൻ്റെ യശസ് ഉയർന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അന്ന് അന്വേഷിച്ചപ്പോൾ, ഔദ്യോഗികമായി അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കുടുംബശ്രീക്ക് 30,86,994 രൂപ ബാധ്യതയുണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ഈ കഴിഞ്ഞ സരസ് ദേശീയ മേള എന്നുള്ളതാണ്. ഇത്രയും വലിയ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിൽ കോടികളുടെ ലാഭമാണ് എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥ വരുന്നത്. ബഹിരാകാശപ്രകാരം കിട്ടിയതാണ് 4,18,63,444 രൂപയാണ് സരസ് മേളക്ക് ഔദ്യോഗികമായി വന്ന ചെലവ്. വരവോ 3,87,76,450 രൂപ. അപ്പോൾ എങ്ങനെ ഇത്രയധികം ചെലവ് വന്നു എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഫ്ലെക്സ്, ബാനർ, പരസ്യങ്ങൾക്ക് മാത്രം ചെലവാക്കിയിട്ടുണ്ട് 45,16,705. അതിൽ തന്നെ 552 എണ്ണം ഫ്ലെക്സാണ് വെച്ചത്. അതിന് ചിലവായതാണ് 14,60,250 രൂപ. 552 ഫ്ലെക്സ് ഇനി ഏത് തരത്തിൽ അടിച്ചു വെച്ചാലും, തുണി ഫ്ലെക്സ് അടിച്ചു വെച്ചാലും പരമാവധി 3 ലക്ഷം 3.5 ലക്ഷമാണ് ചെലവ് വരിക. അതിൻ്റെ മുകളിൽ മാത്രം ഇവിടെ കാണുന്നത് 14 ലക്ഷമാണ്. മൊമെൻറ്റോ, പൊന്നാട, ഉപഹാരം, ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത് 3,61,791 രൂപ. എന്താ അറിയില്ല, ഈ പൊന്നാടയും ഉപഹാരവും അവിടുത്തെ നാട്ടിലെ ഒരു പുഴ സംരക്ഷണ പ്രവർത്തകൻ, അക്ഷരജാലകം എന്നൊരു ബുക്സിൻ്റെ ഇവിടുത്തെ സാഹിത്യ പ്രവർത്തകൻ എന്നൊക്കെ എനിക്കും ലഭിച്ചിട്ടുണ്ട്. ഞാനത് എന്ത് ചെയ്യണമെന്നുള്ളത് അവസാനം പറയാം. അങ്ങനെ ആദരിക്കുവാൻ ചെലവ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള വ്യക്തികളെ ആദരിക്കാൻ ചെലവ് വന്നത് 4,13,684. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള അത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഭക്ഷണത്തിന് ചിലവായതാണ് ഏറ്റവും രസം. 43,11,490 രൂപ. എന്ത് കണക്കാന്ന് എനിക്കൊരു ഐഡിയയുമില്ല. പിന്നെ സാംസ്കാരിക പരിപാടി, അതിൽ വന്നതിൻ്റെ ചിലവാണ് 59,13,760. അപ്പോൾ ഞാനിതിൽ ഈ കലാപരിപാടി അവതരിപ്പിച്ച ചില ആളുകൾ നമ്മളിലുണ്ട്. അതിൽ ഏറ്റവും നന്നായി പ്രോഗ്രാം ചെയ്തവരാണ്, നിറയെ ആൾക്കാരുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ബിൻസിയും ഇമാമും അവതരിപ്പിച്ച സൂഫി സംഗീതം. അപ്പോൾ അവരോട് ഈയിടെ അവർ എൻ്റെ നാട്ടിലും ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു കോൺസെർട്ട് ആണെങ്കിൽ പരമാവധി 1 ലക്ഷമാണ് അവരുടെ ചിലവ്. അങ്ങനെ 10 ദിവസം ഇത്തരം വലിയ വലിയ ടീമുകൾ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് 59 ലക്ഷം രൂപ ചെലവ് വരുന്നത്? 59,13,760 രൂപ ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വാസയോഗ്യമാണോ? അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പന്തൽ സജ്ജീകരണം, പന്തലിനും മറ്റ് സജ്ജീകരണങ്ങളും നമ്മളവിടെ കണ്ടതാണ്. ഒരു പന്തൽ സജ്ജീകരിച്ച് വെച്ചാൽ അത് 10 ദിവസം നീണ്ടു നിന്നാലും 20 ദിവസം നീണ്ടു നിന്നാലും 1 മാസം നീണ്ടു നിന്നാലും അതിനെല്ലാം ചിലവ് ഒന്ന് തന്നെയാണ്. അതിന് വരുന്ന വൈദ്യുതിയും മറ്റു കാര്യങ്ങളും കസാലയുടെ ചിലവും എല്ലാം ആയിരിക്കും എക്സ്ട്രാ വരുന്നത്. അതിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ചിലവ് പന്തൽ മറ്റ് സജ്ജീകരണങ്ങൾ 2 കോടി
നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 2,05,14,497 രൂപയാണ് പന്തലും മറ്റ് സജ്ജീകരണങ്ങൾക്കും വേണ്ടിയിട്ട് അവിടെ ചെലവാക്കി എന്നുള്ളത് ഞാൻ പറയുന്നതല്ല, വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിൽ അഴിമതി ഉണ്ടോ? ഇല്ല. ഇതുപോലെ ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.